തമിഴ്നാട്ടിലെ വിരുദു നഗറിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം 17 പേർ മരിച്ചുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. അപകടവുമായി ബന്ധപ്പെട്ട ആ പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വരികയാണ്. 17 മരണം സംഭവിച്ചുവെന്നതാണ് പ്രാഥമികമായി പുറത്തുവരുന്ന വിവരം. அதுக்கு நேரம் ஒரு புகை வருது, ஒரு மரலியா മത്താളക്ക 17 പേർ മരിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. വിരുദു നഗറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനമുണ്ടായി എന്നതാണ് മനസ്സിലാക്കുന്നത്. അനൂപ് ദാസ് ഉണ്ട്. അനൂപ്, വിവരങ്ങൾ. ഉച്ചയ്ക്കാണ് ഈ പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായത്. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ 4 പേർ മരണപ്പെട്ടു. മറ്റാളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടും വഴിയോ അല്ലെങ്കിൽ ആശുപത്രി വെച്ചോ ആണ് മരണപ്പെട്ടത്. 17 എന്ന സംഖ്യ ഔദ്യോഗികമായി സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമാണ്. എന്തായാലും ഞെട്ടിക്കുന്ന സംഭവമാണ് ഉണ്ടായത്. കഴിഞ്ഞ ദിവസം അപകടം ഉണ്ടായി എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വന്നിട്ടുണ്ടോ? ഇവിടെ എത്ര പേരുണ്ടായിരുന്നു? പരിക്കേറ്റവരുടെ അവസ്ഥ? 30-ലധികം തൊഴിലാളികൾ ഈ സംഭവ സമയത്ത്, അതായത് പൊട്ടിത്തെറി ഉണ്ടാവുന്ന സമയത്ത് ഈ പടക്ക നിർമ്മാണശാലയിൽ പലയിടങ്ങളിലായി ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ പടക്ക നിർമ്മാണശാല മൊത്തത്തിൽ ഒരു വലിയ കേന്ദ്രത്തെ വെച്ച് നിർമ്മിക്കുകയല്ല ചെയ്യുക. ചെറിയ ചെറിയ സ്ഥലങ്ങളാണ്. അതായത് 2-3 ആളുകൾക്ക് ഇരുന്ന് തൊഴിലെടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ചെറിയ കുടിലുകൾ പോലുള്ള ഒരു സംവിധാനമാണ് കെട്ടിയുണ്ടാക്കിയ, കല്ല് കൊണ്ട് തന്നെ കെട്ടിയുണ്ടാക്കിയ സ്ഥലമാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് പൊട്ടിത്തെറി ഉണ്ടായാൽ അത് വലിയ പൊട്ടിത്തെറിയാണെങ്കിൽ മാത്രമേ മറ്റിടങ്ങളിലെ ബാധിക്കുകയുള്ളൂ. ഇപ്പോൾ സംഭവിച്ചത് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഇങ്ങനെ ഒരു സ്ഥലത്ത് പൊട്ടിത്തെറി ഉണ്ടായി. അത് വലിയ പൊട്ടിത്തെറി ആയതുകൊണ്ട് തന്നെ സമീപത്തുള്ള നിർമ്മാണ യൂണിറ്റുകളിൽ കൂടി പടർന്നു. അങ്ങനെയാണ് ഈ വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയത്. കഴിഞ്ഞ 4 ദിവസം മുൻപ് വിരുദു നഗറിൽ തന്നെ മറ്റൊരു പടക്ക നിർമ്മാണശാലയിൽ പൊട്ടിത്തെറി ഉണ്ടായി. ഒരാൾ മരണപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ വീണ്ടും ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണ്. 17 പേർ മരിച്ചു എന്നതാണ് പുറത്തുവരുന്ന വിവരം. വിരുദു നഗറിലാണ് അപകടമുണ്ടായത്. വിരുദു നഗറിൽ പടക്ക നിർമ്മാണശാലയിലാണ് സ്ഫോടനമുണ്ടായത്. അവിടെ നിന്നുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. 10-ലധികം പേരെങ്കിലും അവിടെ ഉണ്ടായിരുന്നു. പടക്ക നിർമ്മാണശാല അതിൻ്റെ ഒരു ഭാഗമാകെ തകർന്നു പോയിട്ടുണ്ട്. 17 പേർ മരിച്ചു. ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ ഉൾപ്പെടെയാണ് ഈ മരണം സംഭവിച്ചതെന്നാണ് അനൂപ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം തമിഴ്നാട് സർക്കാർ ഔദ്യോഗികമായി മരണസംഖ്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. അനൂപ്, പുതിയ ദൃശ്യങ്ങൾ വരുന്നുണ്ട്. ഇത് പടക്ക നിർമ്മാണ ഒറ്റ സ്ഥലത്ത് ഒരു നിർമ്മാണശാല മാത്രമാണോ, അതോ ഒട്ടേറെ കുടുംബങ്ങൾ, അങ്ങനെ ചെറുകിട യൂണിറ്റുകളാണോ? അതായത് ഒരു പടക്ക നിർമ്മാണശാല ഒന്ന് തന്നെ ആയിരിക്കും. ഒരു വലിയ കോമ്പൗണ്ടിൽ ഒരു ലൈസൻസിൽ പ്രവർത്തിക്കുന്ന പക്ഷെ ഈ പടക്കം നിർമ്മിക്കുക ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ടാണ്. കാരണം ഏതെങ്കിലും ഒരു സ്ഥലത്ത് അപകടം നടന്നാൽ മറ്റാളുകൾ രക്ഷപ്പെടണം എന്നുള്ള ഒരു പരിഗണനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ചെറിയ യൂണിറ്റുകൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഇടുന്നത്. പക്ഷെ ആ ഗ്യാപ്പ് പലപ്പോഴും അധികാരികളുടെ കണ്ണിൽ പൊടിയാൻ വേണ്ടി കുറച്ചു സ്ഥലം മാത്രമാക്കി ഈ ലൈസൻസ് എടുത്ത ആളുകൾ കുറയ്ക്കും. അതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി കൂടുന്നത്. ഒരു സ്ഥലത്ത് പൊട്ടിത്തെറി ഉണ്ടായാൽ അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പടരുന്ന ഒരു അവസ്ഥയുണ്ടാവും. കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറി ഉണ്ടായ സ്ഥലത്ത് നമ്മൾ നേരിട്ട് പോയിരുന്നു. അവിടെ കണ്ടത് ഒരു ലോറി, ഈ സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകാൻ വന്ന ലോറി പോലും പൊട്ടിത്തെറിയിൽ മറിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അതായത് അത്ര ഭീകരമായ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. അന്ന് ഒരാൾ മാത്രമേ മരിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ 17 പേരുടെ മരണം അനൌദ്യോഗികമായിട്ട് ആശുപത്രിയിൽ നിന്ന് വിവരം പുറത്തേക്ക് വരുമ്പോൾ അന്നത്തേതിന്റെ ഏതാണ്ട് 10 ഇരട്ടിയിലധികം വലിയ പൊട്ടിത്തെറി ഇന്ന് സംഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും പരിക്കേറ്റ 10ഓളം പേർ ആശുപത്രിയിലുണ്ട്. വിവിധ ആശുപത്രികളായിട്ടുണ്ട്. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ഏതാണ്ട് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആശുപത്രിയിൽ നിന്നാണ് നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടത്. ശരി, പടക്കം പൊട്ടിയുള്ള സമീപകാലത്തെ വലിയ അപകടങ്ങളിൽ, ദുരന്തങ്ങളിൽ ഒന്നാണ് സംഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ വിരുദു നഗറിലാണ് ഈ അപകടം. 17 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഉൾപ്പെടെ വരുന്ന വിവരങ്ങൾ. 10-ലധികം പേർ ചികിത്സയിലുണ്ട് എന്നാണ് അനൂപ് ദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്.